ശബരിമലയിൽ മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. മുഴുവൻ തീർത്ഥാടകർക്കും സുരക്ഷിത ദർശനം സാധ്യമാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം 14-നാണ് മകരവിളക്ക്. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് പന്തളത്ത് നിന്ന് ആരംഭിക്കും. ശബരിമലയിൽ മകരവിളക്കിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാണ്. ദേവസ്വം മന്ത്രിയും ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിളിച്ചു ചേർത്ത യോഗ തീരുമാനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. നട തുറന്നതോടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിദിനം 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തുന്നു. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് പന്തളത്ത് നിന്നും ആരംഭിക്കും. ഇത് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വിവിധ വകുപ്പുകൾ ജനുവരി 10-ന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് ശബരിമല ADM മകരവിളക്ക് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു തയ്യാറെടുപ്പ് യോഗം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിങ്ങുകൾ എല്ലാ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ അതാത് വകുപ്പുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടു മുന്നായിട്ട് നമ്മുടെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്നും 12-ാം തീയതി പുറപ്പെടും. അപ്പോൾ അതിൻ്റെയും ഒരു തയ്യാറെടുപ്പ് യോഗം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. 10-ാം തീയതിയോടുകൂടി ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുന്നതായിരിക്കും. മകരവിളക്ക് ദർശിക്കുന്നതിനായി ഭക്തന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ്, വനം, ആരോഗ്യവകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധന നടത്തും. മകരവിളക്കിന് ശബരിമലയിൽ അവസാനമെത്തുന്ന ഭക്തനും ദർശനം സാധ്യമാക്കി സുരക്ഷിതമായി മടക്കി അയക്കുകയാണ് ലക്ഷ്യമെന്നും ADM അറിയിച്ചു. കൈരളി ന്യൂസ്, സന്നിധാനം.